PM ശ്രീ പദ്ധതിക്കെതിരെ സെക്രട്ടേറിയറ്റിലേക്ക് SFI നടത്തിയ മാർച്ചിലും വൻ സംഘർഷം. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രതിഷേധക്കാർ പിന്മാറാതെ വന്നതോടെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. ഇത് കിട്ടിയ പോരാ, ഒരു ആവശ്യമില്ലാതെയാണേ. അപർണ കേസ് ചേരുന്നു വിവരങ്ങളുമായി. അപർണ, ഏതായാലും PM ശ്രീയിൽ പ്രതിഷേധം ആളിക്കത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. സെക്രട്ടേറിയറ്റിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം ഉണ്ടായിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കൃത്യം 10:30 കൂടി തന്നെയാണ് ഇത്തരത്തിൽ SFI സംഘടനാ നേതാക്കൾ അടക്കം ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ഇത്തരത്തിൽ മാർച്ച് നടത്തിയത്. നിരവധി വിദ്യാർത്ഥികളാണ് ഈ മാർച്ചിൽ പങ്കെടുത്തത്. ഇതിനിടയിലാണ് പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നതും വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതും. ഇതിനെ തുടർന്ന് നിരവധി തവണ ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജലപീരങ്കി പലതവണ പ്രയോഗിച്ചിട്ടും വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കണ്ണീർ വാതകം അടക്കം പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അതായത് സംസ്ഥാന സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ കടുത്ത വിമർശനമാണ് താങ്കൾക്കുള്ളത്. അതായത് PM ശ്രീ നടപ്പാക്കുന്നു. കൂടാതെ തന്നെ സഹകരണ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ഫീസ് വർധനവ് അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിൽ ധർണ നടത്തിയത്. അതായത് കേന്ദ്ര സർക്കാരിനോട് തന്നെ സർക്കാരിന്റെ നിലപാടുകളെ ഇത്തരത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കാനുള്ള ശ്രമമാണ് UDF സർക്കാർ നടത്തുന്നത്. ഇതിനെതിരെയാണ് SFI ഇന്ന് പ്രതിഷേധിച്ച് മാർച്ച് നടത്തിയത്. പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ കനത്ത വാക്കേറ്റമുണ്ടായി. തുടർന്ന് മർദ്ദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിരവധി വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാത്ത ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് കണ്ണീർ വാതകം പ്രയോഗിച്ചു. ഇപ്പോൾ ഏകദേശം സ്ഥിതിയെല്ലാം തന്നെ ശാന്തമായ ഒരു നിലയിലാണ്. മുതിർന്ന നേതാക്കളടക്കം ഇവിടെ എത്തി വിദ്യാർത്ഥികളെ സമാധാനപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇവിടെ എത്തിയ മുതിർന്ന നേതാക്കളടക്കം ആരോപിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ അംഗീകരിക്കുന്ന ഒരു സർക്കാരിലേക്ക് UDF സർക്കാർ മാറിയിരിക്കുന്നു. കൂടാതെ തന്നെ ഇത്തരത്തിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി. എന്നിട്ട് കൂടി ഇത്തരത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകുന്ന ഒരു സർക്കാർ നിലപാടിനെയും വിമർശിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഇത്തരത്തിൽ ഈ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. അതിൽ ഇത്തരത്തിൽ ഒരു പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായത് ദീപ്തി. ഏതായാലും PM ശ്രീ പദ്ധതിക്കെതിരെ സെക്രട്ടേറിയറ്റിലേക്ക് SFI നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രതിഷേധക്കാർ പിന്മാറാതെ വന്നതോടെ പോലീസ് കണ്ണീർ വാതകമടക്കം പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്.